ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു നെഗറ്റീവ് കമന്റ് വന്നതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ ബാക്കി പത്രമാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാതെ സ്ക്രോൾ ചെയ്ത് പോവാം. സോ അപ്പോൾ ആ വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അവൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 3 പേരുള്ള ഫോട്ടോയില് അതിൽ ഞാനല്ലാന്ന് അറിഞ്ഞിട്ടും ഇത് കണ്ടന്റിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നവരോട് അങ്ങനെ കണ്ടാൽ മതി ബ്രോ എന്നുള്ള രീതിയിലാണ് അവൻ കമന്റ് ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ ഏതൊരാൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് അവർക്ക് കണ്ടന്റ് കിട്ടാനും അവർക്ക് റീച്ച് കിട്ടാനും വേണ്ടി തന്നെയാണ്. തന്നെയായിരിക്കും അവരുടെ പ്രൈമറി ഇന്റൻഷൻ. പിന്നെ ആ 3 പേരുള്ള ഫോട്ടോയിൽ ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ് ട്രാൻസ് ആണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ വിചാരിക്കണ്ടേ, ഞാനാണെന്നാണോ മറ്റുള്ളവരാണെന്നാണോ? മറ്റുള്ളവരെ കുറിച്ചാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടാ പോയി ചോദിക്കണ്ടേ, അല്ലാണ്ട് എൻ്റെ അടുത്തല്ല വന്ന് ചോദിക്കണ്ടേ ട്രാൻസ് ആണോ എന്നുള്ളത്. അവരെ കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കണം. അപ്പോൾ ഇതിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ പിന്നെ വേണം നിനക്ക് പറയാം, നിനക്ക് അവരുടെ അക്കൗണ്ട് അറിയില്ല, നിനക്ക് അറിയാവുന്നത് തന്നെയാണ്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നത്. നിനക്കൊരു പരിചയമില്ലാത്ത, നിനക്ക് അക്കൗണ്ട് അറിയാത്ത ആൾക്കാർ ട്രാൻസ് ആണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ട് അവർ ട്രാൻസ് ആണോ എന്നുള്ള ചോദ്യം നിനക്ക് ചോദിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും വലിയ സംഭവങ്ങൾ കിട്ടാനുണ്ടോ? എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ കാര്യം ഞാൻ റിയാക്ട് ചെയ്തു. അത് എൻ്റെ പേഴ്സണൽ മെസ്സേജിൽ വന്ന് മെസ്സേജ് ഇട്ടതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ വന്ന് കമന്റ് ബോക്സിലായിക്കോട്ടെ, PM ആയിക്കോട്ടെ, എന്ത് ചീത്ത വിളിച്ചാലും എന്ത് നെഗറ്റീവ് കമന്റ് ഇട്ടാലും ഞാൻ അവിടെ താഴ്ന്നിരിക്കാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയും. അപ്പോൾ ഹോപ്പ് യു ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് ബൈ. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ചെറുപറ സാധനങ്ങൾ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എൻ്റെ പേഴ്സണൽ മെസ്സേജിലോ അല്ലെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിലോ വന്നിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഞാൻ റിയാക്ട് ചെയ്യും. അത് ഇനിയും ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. അത് ആരൊക്കെ വന്ന് എന്തൊക്കെ കരച്ചിലോ എന്തൊക്കെ കളിയാക്കലുകളോ എന്ത് നെഗറ്റിവിറ്റി എത്രയൊക്കെ താഴ്ത്തിക്കാണാൻ ശ്രമിച്ചാലും ഞാനത് നിർത്താൻ പോകുന്നില്ല. ഇത് അവനുള്ള റിപ്ലൈ ഞാൻ കൊടുത്തു. ഇനി വേറെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കമന്റ് വന്നാൽ അതിന് ഞാൻ റിയാക്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് വന്നാൽ അതിന് ഞാൻ റിയാക്ട് ചെയ്യും. അതിന് ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നോട് അടുപ്പുള്ളവർ പറഞ്ഞിട്ട് ഞാൻ കേൾക്കില്ലേ, പിന്നെയാണ് എനിക്ക് ഒരു പരിചയമായിട്ട് നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കാൻ പോണേ. സോ എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇനി റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കരയാനുള്ളവർക്കൊക്കെ കമന്റ് ബോക്സിൽ വന്ന് ധൈര്യപൂർവ്വം കരയാം. സ്വാഗതം.